താമരശ്ശേരി ചുങ്കത്തെ വീട്ടിൽ നിന്നും ഈ മാസം 23-നാണ് സക്കീർ ഹുസൈനെ തട്ടിക്കൊണ്ടുപോയത്. കർണാടകയിലെ ശ്രീമംഗലം പോലീസ് സ്റ്റേഷനിലും പിന്നീട് ഒരു റിസോർട്ടിലും വെച്ച് സക്കീറിനെ പോലീസും കുഴൽപ്പണക്കാരുടെ ഗുണ്ടാസംഘങ്ങളും ചേർന്ന് മർദ്ദിച്ചു. കാലിൽ മുറിവുകളുണ്ടാക്കി മുളക് തേച്ച് പെട്രോൾ ഒഴിച്ചു. കർണാടക പോലീസാണെന്ന് പറഞ്ഞു. പിന്നെ ഒരു 10-25 ആൾക്കാരെ മുകളിൽ കൂടിയൊക്കെ വന്നു കഴിഞ്ഞിട്ട് മൊത്തത്തിൽ പിടിച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുപോയി. കൊടുകലുള്ള ശ്രീമംഗലം പോലീസ് സ്റ്റേഷനിലും കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് അതിൻ്റെ മുകളിൽ കയറ്റിയിട്ട് ബസ്സിൽ അവിടെ നിന്ന് കുറേ അടിച്ച് അതിനുശേഷം ലോക്കപ്പിലിട്ട് ഒരു 12-1 മണിയായപ്പോൾ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ ഒരു റിസോർട്ടിൽ ഒരു ഹോം സ്റ്റേയിൽ കൊണ്ടുപോയിട്ട് പിന്നെ അടിയാണ് 2 ദിവസം തുടർച്ചയായിട്ട് 10-13 ആൾ കൂടിയിട്ട് അടിക്കുകയുണ്ടായിരുന്നു. സംഭവത്തിന് പിന്നിൽ താമരശ്ശേരിയിലെ 3 കുഴൽപ്പണ ഇടപാടുകാരാണെന്ന് സക്കീർ ഹുസൈൻ സംശയിക്കുന്നുണ്ട്. ഉടുക്ക് റഹീം, കാർഗോ ലത്തീഫ്, പിന്നെ നേപ്പാളി അഷറഫ് എന്ന് പറഞ്ഞ് അവരെ പൈസ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള അടിക്കുന്നത്. കർണാടകയിൽ നിന്നും കോഴിക്കോട്ടേക്ക് കടത്തുന്നതിനിടെ 1.5 കോടി രൂപയുടെ കുഴൽപ്പണം ഒരു സംഘം തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ടാണ് സക്കീർ ആക്രമിക്കപ്പെട്ടത്. മീഡിയ 1 കോഴിക്കോട്.